ശിലയിൽ ഉറങ്ങിക്കിടക്കുന്ന ശില്പങ്ങളെ കരവിരുതിന്റെ ചാരുതയിൽ കൊത്തിയെടുക്കുകയാണ് കുറുക്കൻപാറയിലെ ശില്പികൾ. വിഗ്രഹങ്ങൾ മുതൽ വീട്ടാവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ വരെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഒരു കല്ലിൽ ശില്പത്തെ കണ്ട് അത് രൂപഭാവങ്ങൾ ചോരാതെ കൊത്തിയെടുക്കുക എന്നത് ശില്പിയുടെ ദൈവികമായ കഴിവാണ്. ചെറുതും വലുതുമായ നിരവധി ശില്പങ്ങൾ, കൽവിളക്കുകൾ തുടങ്ങി കരകൗശലത്തിന്റെ ക്രിയാത്മകമായ ചാരുതയോടെയാണ് വിദഗ്ധരായ ശില്പനിർമ്മാണ തൊഴിലാളികൾ ശിലകളിൽ വിസ്മയം തീർക്കുന്നത്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് കുറുക്കൻപാറയിലെ ശില്പനിർമ്മാണത്തിനുള്ളത്. പരമ്പരാഗതമായി ഈ തൊഴിൽ ഉപജീവനമാർഗമായി പിന്തുടരുന്ന കലാകാരന്മാരാണ് ഇവിടെയുള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നുമാണ് ശില്പങ്ങളും മറ്റും കൊണ്ടുപോകുന്നത്. എത്ര കാലമായിട്ട് ഈ ശില്പ നിർമ്മാണ മേഖലയിലുണ്ട്? ഞാനൊരു 26 വർഷമായിട്ടുണ്ട്. 26 വർഷമായിട്ട് നമ്മൾ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പണിത് വരികയാണ്. ആദ്യം നമ്മൾ ഒരാളുടെ കീഴിലാണ് പണിതിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-20 കൊല്ലത്തിന് മേലെയാണ്. എന്തൊക്കെയാണ് സാധാരണഗതിയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഇപ്പോൾ ഈ ഫീൽഡിൽ? ഏത് ഗവൺമെൻറ് ഭരിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ആരും വന്നിട്ടില്ല. എന്തായാലും ഇത് അന്യം നിന്ന് പോവുകയാണല്ലോ. കലാസംബന്ധമായിട്ടുള്ള ശില്പങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ കരിങ്കല്ല് ശില്പങ്ങളാണെങ്കിലും, മറ്റ് നമ്മുടെ കളിമണ്ണുകൊണ്ടായാലും ഇപ്പോൾ മരത്തുകൊണ്ടാണെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരാളും കടന്നു വന്നിട്ടില്ല. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കല്ല് പൊട്ടിക്കുന്നതിന് യന്ത്രങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു വിഗ്രഹം കൊത്തിയെടുക്കാൻ 10 ദിവസത്തോളം ജോലി ചെയ്യണം. ജീവിച്ചു പോകാനുള്ള വരുമാനം ലഭിക്കുമെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ വിവിധതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. ജീവിതത്തിൻ്റെ ഒരു 13 ഭാഗം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ പണി എടുത്തത്. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യത്തിൽ ഇതിൻ്റെ പൊടിയുടെ ഇതും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ജോലി ചെയ്യണതിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ രീതി. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വേറെ പുതിയതായിട്ടുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പലരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. എങ്കിലും കലാപരമായ പൂർണ്ണത തങ്ങളുടെ കലാസൃഷ്ടികളിൽ പ്രതിഫലിപ്പിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തിന്റെ കരസ്പർശമുള്ള ഈ കലാകാരന്മാർ ശില്പനിർമ്മാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ റേറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവർക്ക് ആ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക? അവർ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. വരുന്ന പാർട്ടിക്കാരിൽ തന്നെ കുറേ പ്രശ്നമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ നമ്മുടെ വർക്കിനെ ഒരു നല്ല രീതിയിൽ കാണുന്നില്ല. വർക്ക് ചെയ്യുന്നത് ഇത്ര വരുന്നുണ്ട്, ആ വർക്കിന് ഇത്ര പ്രതിഫലം കിട്ടണം, അല്ലെങ്കിൽ ആ വർക്കിന് ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രീതിയും അവരുടെ ഭാഗത്തുനിന്ന് ചിലവരുണ്ട്. അവർ ചെയ്യുന്ന വർക്കുകൾ നന്നാക്കി കൊണ്ടുപോകണം, ആ ക്ഷേത്രങ്ങളിൽ നന്നായിരിക്കണം വർക്ക്. അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കൂടുതൽ സമീപിക്കാറുണ്ട്. അവർക്ക് നമ്മൾ നല്ല രീതിയിൽ ആ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.